അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഓരോ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണ് അറിവ് നേടുക എന്ന്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ചെറിയവരെന്നോ വലിയവരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പണിക്കാരനെന്നോ പണക്കാരനെന്നോ രാജാവെന്നോ രാജാവിന് കീഴിലെ ഭരണീയനെന്നോ വ്യത്യാസമില്ലാതെ, ഒരാൾക്കുമിടയിലും വ്യത്യാസമില്ലാതെ ഓരോ മുസ്ലിമിനും പഠിക്കൽ ബാധ്യതയുള്ള വിജ്ഞാനമാണ് എന്താണ് തൗഹീദ് എന്ന്. ഓരോരുത്തരും പഠിച്ചിരിക്കണം. എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്റെ കച്ചവടം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോയി. ഓരോരുത്തരും വന്ന് ഒന്ന് പ്രസംഗിക്കും, വേറൊരുത്തരും വന്ന് വേറൊന്ന് പ്രസംഗിക്കും. ഒന്നും എനിക്ക് കേൾക്കേണ്ടതില്ല, എനിക്കൊന്നും അറിയേണ്ടതില്ല എന്ന് പറഞ്ഞ് കേൾക്കാ ചെവിയുമായി പോകാൻ നിനക്ക് പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം ദുനിയാവിന്റെ കാര്യത്തിൽ നീ അലംഭാവം കാണിക്കുകയില്ല. ഒരു ചെരുപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടേ നീ വാങ്ങുകയുള്ളൂ. ഒരു ചീർപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടേ നീ വാങ്ങുകയുള്ളൂ. എങ്കിൽ പരലോകത്തേക്കുള്ളതിന്റെ ഏറ്റവും വലിയ മുതൽ മുടക്കായ നിന്റെ വിശ്വാസം, പരലോകത്തേക്കുള്ളതിന്റെ ഏറ്റവും വലിയ മുതൽ മുടക്കായ നിന്റെ വ്യത്യാസം, അത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാകുന്നത് നീ എങ്ങനെയാണ് തൃപ്തിപ്പെടുക സഹോദര? അതെങ്ങനെയാണ് നിനക്ക് തൃപ്തിയോടെ അത് മതി എന്ന് പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുക? ഇത് ശരിയാണോ? പരലോകത്തിൽ വിശ്വാസമുള്ള ഒരു മുസ്ലിമിന് ഇത് പാടുണ്ടോ? അതുകൊണ്ട് പഠിക്കുക തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്.